ഒരു ഒരു വിദ്യാർത്ഥിയുടെ ഫോണ് മേടിച്ച് വെച്ചതിന് ആ സ്കൂൾ വിദ്യാർത്ഥിയും അവിടുത്തെ പ്രധാനാധ്യാപകനും തമ്മിലൊരു ചർച്ച. അതായത് പുറത്തിറങ്ങിയാൽ നിങ്ങളെ ശരിയാക്കും, നിങ്ങളെ വയറ്റിൽ കത്തി കയറ്റും, കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭീഷണി സ്വരം ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഭയങ്കര വൈറലായിട്ട് കാണുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്നാണെങ്കിലും നമ്മുടെ മക്കളിൽ നിന്നാണെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒന്ന് ഇമോഷണലായിട്ട് കൈകാര്യം ചെയ്യുക, ഒന്ന് വളരെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യുക. ഇമോഷണലായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഇമോഷണലായിട്ടുള്ളൊരു കൈകാര്യമാണ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയെ വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയകളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ഇങ്ങനെ അതുപോലെ തന്നെ ചില ആളുകളൊക്കെ അതിൻ്റെ ഇടയിൽ കമൻ്റ് അടിക്കുന്നുണ്ട്. ഇവനെ നന്നായിട്ട് അടിച്ചാൽ ശരിയാകും, അവൻ്റെ ചെള്ള നോക്കിയിട്ട് അടിക്കാൻ വേണ്ടെന്നൊക്കെ. അതൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള കൈകാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. കുട്ടികൾക്ക് ആ ചെയ്ത തെറ്റിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാതെ അവരെ വീണ്ടും വീണ്ടും ശിക്ഷ അവർ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ഉണ്ടാവുകയും അവർ ഏറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ. എന്നാൽ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പാരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ കുട്ടികളുടെ ജീവിത സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സൗഹൃദ വലയങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കുകയും യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനും പാരൻസൊക്കെ ചെയ്യേണ്ടത് ഓരോ കുട്ടികളും നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെയും ഒബ്സർവ് ചെയ്ത് അവരെ നന്നായിട്ട് മനസ്സിലാക്കണം. പാരൻസുമായിട്ട് ഫാമിലിയുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ എപ്പോഴും അധ്യാപകർ ഉണ്ടാക്കണം. പാരൻസ് ആണെങ്കിൽ തിരിച്ച് അധ്യാപകർ കൊണ്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ട വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അങ്ങനെ അവരെ തെറ്റുകളിൽ നിന്ന് പരിപൂർണമായിട്ട് മുക്തി നേടി നല്ല ഒരു ലൈഫ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് അതിനെ വൈകാരികമായിട്ട് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവുണ്ടാകുന്ന അവർക്ക് ആരിൽ നിന്നും പരിഗണനയോ സ്നേഹമോ കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന മിക്ക കുട്ടികളും കാണുന്നത് അവർ മുന്നേ ചെയ്ത ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴേക്ക് അവരെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുകയും വലിയ രീതിയിലുള്ള പണിഷ്മെൻറ്റുകൾ കൊടുക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാവരോടും ഒരു വെറുപ്പും ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ടാവും. ഇതാണ് അവസാനം ഒരവസരം കിട്ടുമ്പോൾ ഒന്നായിട്ട് പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നമാകുന്നത്. അപ്പോൾ ഇമോഷണലായിട്ടുള്ള കൈകാര്യം ചെയ്യൽ ഒന്നിനും ഒരു പരിഹാരമല്ല. ആവശ്യാനുസരണം ശിക്ഷകൾ നൽകുകയും വേണം. അത് തീരെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടു, അധ്യാപകരുടെ ജോലി എന്നുള്ളത് പഠിപ്പിക്കലാണ്, അവർ പഠിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വളരും. ഒരുപാട് താന്തോന്നികളായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും. കാരണം അധ്യാപകർക്ക് വളരെ സുഖമാണ്. കാരണം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുക, പഠിപ്പിക്കാനുള്ള പാഠങ്ങൾ വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, തിരിച്ചു പോരുക. അതല്ല ഒരു അധ്യാപകൻ്റെ ജോലി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു സാധാരണക്കാരനാണ്, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, അപ്പോൾ അധ്യാപകൻ്റെ ജോലി എടുത്താൽ മതി, പഠിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഈ അടുത്ത് 2 ദിവസം മുന്നേ കാണാൻ ഇടയായി. അപ്പോൾ അതൊരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക. കാരണം എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, ഇവിടെ സമൂഹമുണ്ട് എന്നുള്ള ഒരു തോന്നൽ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്നിനെയും പരിഗണിക്കാത്ത രീതിയിൽ താന്തോന്നികളായിട്ട് വളരും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വളർന്നു വരാനുള്ള കാരണം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് വീട്ടിൽ വന്നിട്ട് പാരൻസിനോട് പറയുമ്പോഴേക്ക്
വിദ്യാർത്ഥികളെ കൂട്ടി കൊണ്ടുപോയിട്ട് അധ്യാപകരുടെ മുമ്പിൽ വെച്ച് തന്നെ കാര്യം പോലും അന്വേഷിക്കാതെ പല രക്ഷിതാക്കളും അധ്യാപകരെ വഴക്ക് പറയുകയും ചീത്ത പറയുകയും അങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. കാരണം അവരെന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട് എന്നവർക്ക് മനസ്സിലാവുകയും വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും വലിയ തെറ്റുകൾ ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകർ ആ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കൂല. കാരണം അവർ എന്തായാലും പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്യും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് നമുക്കത് നെഗറ്റീവായിട്ട് അവരെ കാര്യത്തിൽ ഇടപെട്ടാൽ അത് അധ്യാപകർക്ക് നെഗറ്റീവായിട്ട് ഫലം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വിഷയങ്ങളൊന്നും അധ്യാപകർ ഇടപെടില്ല. അങ്ങനത്തെ വിദ്യാർത്ഥികൾ വളരെ മോശമായിട്ട് സ്വഭാവങ്ങളൊക്കെ, വളരെ ദൂഷ്യമായ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാവുകയും അവർ വലിയ അപകടങ്ങളിൽ ചെന്നപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള സപ്പോർട്ടൊന്നും വിദ്യാർത്ഥികൾക്ക് നൽകരുത്. അങ്ങനെ എന്തെങ്കിലും പരാതികളുമായിട്ട് വിദ്യാർത്ഥികൾ വന്നാൽ രഹസ്യമായിട്ട് അധ്യാപകനുമായി സംസാരിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളെ വിദ്യാർത്ഥികൾ വളർന്നു വരാനുള്ള മറ്റൊരു കാരണം, ഞാൻ ജോലി ചെയ്ത തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു മോനുണ്ടായിരുന്നു. അവന് ചെറുപ്പത്തിൽ അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഈ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് അനാവശ്യമാണെന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട രക്ഷിതാക്കൾ അത് കേട്ട് ആസ്വദിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. അതവന് വലിയൊരു പ്രോത്സാഹനമായി. അങ്ങനെ അവന് അത് ജീവിതത്തിൽ ചെറുപ്പത്തിലേ തുടർന്നു പോന്നു. പിന്നെ സ്കൂൾ ലൈഫിലും വലുതായപ്പോഴും ഇപ്പോഴും അവന് വലിയ ആ നാട്ടിൽ ഒരു തോന്നിയതുപോലെ ജീവിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടുകയും അടിപിടി കേസുകൾക്കൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന രീതിയിൽ. കാരണം അവന് ചെറുപ്പത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് മോശമാണ്, അത് അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കേണ്ട, ഗുണദോഷിക്കേണ്ട രക്ഷിതാക്കൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ ചെയ്യുന്ന തെറ്റുകൾക്കും പറയുന്ന അനാവശ്യ വാക്കുകൾക്കൊക്കെ പ്രോത്സാഹനം നൽകി സപ്പോർട്ട് നൽകിയപ്പോൾ അവൻ വലിയ പ്രശ്നക്കാരനായി. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുക. അവരെ പരമാവധി നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള മജീഷ് മുതുകാട് സാറ് അദ്ദേഹത്തോട് ഒരു അധ്യാപിക ചോദിക്കേണ്ടായി, കുട്ടികളെ പഠിപ്പിക്കാനുള്ള, കുട്ടികളെ സ്വഭാവം നന്നാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്, ഏറ്റവും ഒരു നല്ല ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് എന്നാണ് പറഞ്ഞത്. അതായത് നിബന്ധനകൾ വെക്കാതെ കുട്ടികളെ സ്നേഹിക്കുക. ഇങ്ങനെ കുട്ടികളെ സ്നേഹിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അവർ വളരെ താല്പര്യത്തോടു കൂടെ പഠിക്കുകയും, കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരാളെ ഒരിക്കലും വെറുപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റാൻ നമുക്ക് ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളും കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റാൻ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാം എടുക്കുന്ന വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ നമ്മെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരധ്യാപകനെങ്കിലും നന്നായിട്ട് സ്നേഹിക്കുന്ന അധ്യാപകനുണ്ടെങ്കിൽ അദ്ദേഹത്തെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മോശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിലും മക്കളെയാണെങ്കിലും അവരെ നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് അവർ നിബന്ധനകളും ഉപാധികളൊന്നും വെക്കാതെ സ്നേഹിക്കുക. അതുപോലെ അവരെ കൃത്യമായി ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുക, തുറന്ന സംസാരങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കിയിട്ട്, നല്ല ഭാവിയുള്ള മക്കളാക്കിയിട്ട് നാം മാറ്റാൻ ശ്രമിക്കുക.